നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ കൂടുതൽ ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങാൻ പ്രമുഖ ഹിന്ദി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ധ്രുവ് റാഡി. ഇതിൻ്റെ ഭാഗമായി 3 ദക്ഷിണേന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 5 പ്രാദേശിക ഇന്ത്യൻ ഭാഷകളിൽ കൂടി അദ്ദേഹം യൂട്യൂബ് ചാനലുകൾ ആരംഭിച്ചു. തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാഠി എന്നീ ഭാഷകളിലാണ് ധ്രുവ് പുതുതായി ചാനലുകൾ ആരംഭിച്ചത്. അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ ഇന്ത്യയിൽ ഏകാധിപത്യ ഭരണമോ എന്ന തലക്കെട്ടിൽ പുറത്തിറക്കിയ വീഡിയോയിലൂടെയാണ് ധ്രുവ് റാഡി അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞത്. BJPയെ അതിശക്തമായി വിമർശിക്കുന്ന ഈ വീഡിയോ ഇതിനകം 2.25 കോടിയിലേറെ പേരാണ് കണ്ടത്. ഇതിനു പിന്നാലെ തിരഞ്ഞെടുപ്പ് ബോണ്ടിനെക്കുറിച്ച് അദ്ദേഹം പുറത്തിറക്കിയ വീഡിയോയും വൻതോതിൽ സ്വീകരിക്കപ്പെട്ടു. ഇത്തരത്തിൽ സൈബർ ലോകത്തെ കൂടുതൽ ജനകീയമായതോടെയാണ് 5 ഭാഷകളിൽ കൂടി യൂട്യൂബ് ചാനലുകൾ ആരംഭിക്കാൻ ധ്രുവ് തീരുമാനിച്ചത്. ധ്രുവ് ഏകാധിപത്യത്തെക്കുറിച്ച് ചെയ്ത വീഡിയോ അതാത് ഭാഷകളിലേക്ക് മൊഴിമാറ്റിയ വീഡിയോ മാത്രമാണ് നിലവിൽ ഈ ചാനലുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ധ്രുവ് മലയാളത്തിൽ ഔദ്യോഗികമായി ചാനൽ ആരംഭിച്ചിട്ടില്ല. അതേസമയം ചില യൂട്യൂബ് ചാനലുകൾ സ്വതന്ത്രമായി ധ്രുവിൻ്റെ വീഡിയോകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് വ്യാജമായ വിവരങ്ങൾ വസ്തുതകളായി പ്രചരിപ്പിച്ച ദി കേരള സ്റ്റോറി എന്ന പ്രൊപ്പഗാണ്ട സിനിമയിലെ കള്ളത്തരങ്ങൾ ഒന്നൊന്നായി വെളിച്ചത്ത് കൊണ്ടുവന്ന വീഡിയോയിലൂടെയാണ് മലയാളികൾക്ക് ധ്രുവ് റാഡിയെ കൂടുതൽ പരിചയം. കേരള സ്റ്റോറിക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്ന തലക്കെട്ടിൽ ധ്രുവ് പോസ്റ്റ് ചെയ്ത വീഡിയോ യൂട്യൂബിൽ 2 കോടിയിലേറെ പേരാണ് ഇതുവരെ കണ്ടത്. ധ്രുവ് റാഡിയുടെ ഹിന്ദി യൂട്യൂബ് ചാനലിന് നിലവിൽ 1.75 കോടി സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. ഹരിയാന സ്വദേശിയായ ധ്രുവ് റാഡി ജർമ്മനിയിലാണ് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. യാത്രാ വ്ലോഗോടുകൂടിയാണ് ധ്രുവിൻ്റെ യൂട്യൂബ് ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് തൻ്റെ വീഡിയോകളുടെ ശൈലി ധ്രുവ് മാറ്റുകയായിരുന്നു. കാലിക പ്രസക്തമായ പല വിഷയങ്ങളും ധ്രുവ് തൻ്റെ എക്സ്പ്ലൈനർ വീഡിയോയിലൂടെ കാഴ്ചക്കാരിലേക്ക് എത്തിച്ചു. ഏത് സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് തൻ്റെ നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.